ഹലോ എവ്രി വൺ. പ്രതികാരം എന്ന കഥയുടെ രണ്ടാമത്തെ പാർട്ടിലേക്ക് കടക്കാം. രാജേഷ് ലില്ലിയുടെ കൂടെയാണ് പഠിച്ചത്. അവളുടെ ക്ലാസ്സിലായിരുന്നു. രാജേഷിനെ കണ്ട രേവതി ഒന്ന് നിന്നു. അവൻ്റെ നിൽപ്പ് കണ്ടപ്പോൾ അവന് തന്നോടെന്തോ പറയാനുണ്ടെന്ന് രേവതിക്ക് തോന്നി. അവൾ രാജേഷിനെ ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തേക്ക് മാറ്റി നിർത്തി. എന്തു പറ്റി മോനെ? എന്താ എന്നോട് പറയാനുള്ളത്? ചേച്ചി, ലില്ലിയെ കാണാതായ ദിവസം അവസാനമായി അവൾ ക്ലാസ് കഴിഞ്ഞിറങ്ങി വരുന്നത് ഞാൻ കണ്ടിരുന്നു. അവൾ നിങ്ങളുടെ വീട്ടിനടുത്തുള്ള വിശാലിൻ്റെ കൂടെ ബൈക്കിൽ കയറി പോകുന്നത് അന്ന് ഞാൻ കണ്ടിരുന്നു ചേച്ചി. രാജേഷ് പറഞ്ഞത് കേട്ട രേവതി വെപ്രാളത്തോടെ അവനെ നോക്കി. എന്നിട്ട് നീ എന്താ അത് പോലീസിൽ പറയാതിരുന്നത്? അവൾ ആശങ്കയോടെ അവനെ നോക്കി. ചേച്ചി, എനിക്ക് പേടിയാ ചേച്ചി. ആ വിശാൽ അത്ര നല്ല ആളൊന്നുമല്ല. അവൻ്റെ കൂടെ പോവണ്ടെന്ന് ലില്ലിയോട് പറയാൻ തുടങ്ങിയതാ ഞാൻ. പക്ഷേ അപ്പോഴേക്കും അവൾ കയറിപ്പോയി കഴിഞ്ഞിരുന്നു. വലിയ റൗഡികളൊക്കെ ആയിട്ടാണ് വിശാലിന് ബന്ധം. അവനെതിരെ ഞാൻ വല്ലതും പറഞ്ഞെന്നറിഞ്ഞാൽ അവൻ എന്നെ കൊന്നുകളയും. പക്ഷേ ഇപ്പോൾ ചേച്ചി ഇവിടെ വെച്ച് കണ്ടപ്പോൾ ഇത് പറയാതിരിക്കാൻ എൻ്റെ മനസാക്ഷി എന്നെ സമ്മതിച്ചില്ല ചേച്ചി. ആരോടെങ്കിലും ഈ കാര്യമൊന്ന് പറയാൻ വേണ്ടി ഞാൻ ഒരുപാട് ദിവസമായി വിചാരിക്കുന്നു. അവൻ സങ്കടത്തോടെ നിലത്തേക്ക് മുഖം കുനിച്ചു നിന്നു. സാരമില്ല രാജേഷേ, നീ പൊയ്ക്കോ. അവൾ രാജേഷിനെ പറഞ്ഞയച്ചു. എങ്ങനെയും എന്താണ് ലില്ലിക്ക് സംഭവിച്ചതെന്ന് കണ്ടെത്തണമെന്ന് രേവതി മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. പിറ്റേ ദിവസം വിശാൽ ടൗണിലേക്ക് പോകുമ്പോഴാണ് മുൻപിൽ ബസ് വരാനായി കാത്തു നിൽക്കുന്ന രേവതിയെ അവൻ കണ്ടത്. ഇന്ന് പതിവിലേറെ സുന്ദരിയായി ഒരുങ്ങിയിറങ്ങിയ രേവതിയെ വിശാൽ ഏറെ നേരം നോക്കി നിന്നു. രേവതിയും അവനെ നോക്കി വശ്യമായൊന്ന് പുഞ്ചിരിച്ചു. അവൻ അവൾക്കരികിലേക്ക് വണ്ടി നിർത്തി. ചേച്ചി എങ്ങോട്ടാ? വിശാൽ അവളോടായി ചോദിച്ചു. ഞാൻ ടൗണിലേക്കാണ് പോണത്. ബസ് വരാൻ കാത്തു നിൽക്കുകയാണ്. അവൾ നേർത്ത സാരിയിൽ അതീവ സുന്ദരിയായി വിശാലിന് തോന്നി. ബസ് വരാൻ വൈകും ചേച്ചി, എൻ്റെ കൂടെ വരുന്നോ? വരില്ലെന്ന് ഉറപ്പുണ്ടായിട്ടും അവൻ വെറുതെ ചോദിച്ചതാണ്. വരാം വിശാൽ, ഞാനും നിൻ്റെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. വല്ലാത്തൊരു പ്രണയത്തോടെ അവൾ പറഞ്ഞു. വിശാലിന് ആ വാക്കുകൾ വിശ്വസിക്കാനായില്ല. അവൻ രേവതിയെയും ബൈക്കിൽ കയറ്റി ടൗണിലേക്ക് യാത്ര തിരിച്ചു. പോകുന്ന വഴിയിൽ ഓരോ ഇറക്കത്തിലും രേവതി വിശാലിൻ്റെ ദേഹത്തോട് ഒട്ടിപ്പിടിച്ചു. ഓരോ കുണ്ടിലും കുഴിയിലും വണ്ടി ചാടുമ്പോൾ അവനെ കെട്ടിപ്പിടിച്ചു. അവന് ആവേശമായി. അത്രയും കൂടിയായപ്പോൾ വിശാൽ എന്തു ചെയ്യണമെന്നറിയാതെ പരവശപ്പെട്ടുകൊണ്ട് രേവതിയെ തിരിഞ്ഞു നോക്കി. അവൾ ഒരു ശൃംഗാര ചിരിയോടെ അവനെ നോക്കി പുഞ്ചിരിച്ചു. വിശാൽ ഉത്സാഹത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. രേവതി ചേച്ചിക്ക് ഇതെന്തു പറ്റി? ഇതിനു മുമ്പ് ഒരിക്കലും ഇങ്ങനെയൊരു അവസ്ഥയിൽ ചേച്ചിയെ കണ്ടിട്ടില്ലല്ലോ. അവൻ വല്ലാത്ത അത്ഭുതമുണ്ടായിരുന്നു. വണ്ടി ഓടിക്കൊണ്ടിരിക്കെ തന്നെ അവർ ആ റബ്ബർ എസ്റ്റേറ്റിൻ്റെ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. രേവതിയുടെ കണ്ണുകൾ കുറുകി. തൻ്റെ പൊന്നുമോളെ ഈ കാട്ടിൽ വച്ചാണ് ഈ നാറി പിച്ചി ചിന്തിയത്. ഒരു ദയയും കാണിക്കാതെ തൻ്റെ പാവം കുഞ്ഞിനെ. അവൾക്ക് മനസ്സിലേക്ക് ദേഷ്യം ഇരച്ചു കയറി. വേണ്ട, ഇപ്പോൾ സംയമനം പാലിച്ചേ പറ്റൂ. ഇവനെന്തെങ്കിലും സംശയം തോന്നിയാൽ തൻ്റെ പ്ലാനെല്ലാം പൊളിഞ്ഞു പോകും. അവൾ വിശാലിൻ്റെ ശരീരത്തിലേക്ക് ചേർന്നിരുന്നു. വിശാൽ, അവൾ പതിയെ വിളിച്ചു. അവൻ വണ്ടിയുടെ സ്പീഡ് അല്പം കുറച്ചു. എന്താ ചേച്ചി? അവൻ പതിയെ ചോദിച്ചു. വണ്ടിയൊന്ന് നിർത്താമോ വിശാൽ? അവൾ അവൻ്റെ ചെവിയോടടുപ്പിച്ച് വീണ്ടും ചോദിച്ചു. അവൻ വണ്ടി നിർത്തിയതും അവൾ പതിയെ വണ്ടിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. വിശാൽ, എനിക്കൊരാഗ്രഹം, നീ അത് സാധിപ്പിച്ചു തരാമോ? അവൾ പ്രണയത്തോടെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. പറ ചേച്ചി, എന്തു വേണേലും ഞാൻ സാധിപ്പിച്ചു തരാം, അവനും ആവേശത്തോടെ പറഞ്ഞു. അവൾ അവൻ്റെ കൈകളിൽ പിടിച്ച് പതിയെ റബ്ബറിൻ്റെ ഇടവഴിയിലൂടെ കാടിനകത്തേക്ക് കയറിപ്പോയി. അവളുടെ കൈകൾക്കെന്തോ കാന്തിക ശക്തിയുണ്ടെന്ന് വിശാലിന് തോന്നി. മുൻപേ തിരിഞ്ഞു നടക്കുന്ന രേവതിയുടെ പിന്നാലെ തന്നെ വിശാൽ ചെന്നു. നേർത്ത സാരിയിൽ അവളുടെ വടിവത്ത ശരീരം അവനെ മത്തുപിടിപ്പിച്ചു. മരങ്ങൾക്കിടയിൽ ഒപ്പം ചേർന്ന് നടക്കുന്ന രേവതിയുടെ അരക്കെട്ടിലൂടെ വിശാൽ അവളെ ചേർത്തു പിടിച്ചു. രേവതിയുടെ ഉള്ളൊന്നു പിടഞ്ഞു. തൻ്റെ മകൾ ഇവിടെ എവിടെയോ വച്ചാണ് ഇവൻ്റെ പിടിയിൽപ്പെട്ടിട്ടുണ്ടാവുക. അവൾക്ക് ഹൃദയം വിറച്ചു. അവൾ പ്രതികരിക്കാൻ തുടങ്ങുന്നതിനു മുമ്പ് തന്നെ അവരുടെ മുൻപിലേക്ക് ശേഖരൻ ചാടി വീണു. അയാൾ തൻ്റെ കയ്യിലെ കത്തി വിശാലിൻ്റെ തൊണ്ടക്കുഴിയിൽ ചേർത്തു വച്ചു. അനങ്ങരുത് നാറി,
അവൻ്റെ ദേഹം വിറച്ചുപോയി. രേവതി അവനിൽ നിന്നും വിട്ടുമാറി ശേഖരൻ്റെ ഭാഗത്തേക്ക് മാറി നിന്നു. പെട്ടെന്നെന്താണ് സംഭവിച്ചതെന്ന് വിശാലിന് മനസ്സിലായില്ല. ശേഖരൻ കൊടുത്ത കയറുകൊണ്ട് ഒരു റബ്ബർ മരത്തോട് ചേർത്ത് രേവതി വിശാലിനെ ബന്ധിച്ചു. പറയടോ, താൻ എൻ്റെ മോളെ എന്താണ് ചെയ്തത്? ശേഖരൻ്റെ കൈകൾ അവൻ്റെ മുഖത്ത് ആഞ്ഞു പതിച്ചു. ആദ്യമൊന്നും അവൻ പറയാൻ കൂട്ടാക്കിയില്ല. എങ്കിലും ശേഖരൻ്റെ മർദ്ദനം സഹിക്കാനാവാതെ വിശാൽ സത്യമെല്ലാം പറഞ്ഞു. ഒരുപാട് പെൺകുട്ടികളുടെ മാനം ചീന്തിയെറിഞ്ഞതുപോലെ തന്നെ താൻ ലില്ലിയെയും പിച്ചി ചീന്തി. പക്ഷേ എല്ലാവരെയും പോലെ അവൾ മിണ്ടാതിരുന്നില്ല. എല്ലാവരോടും എല്ലാം വിളിച്ചു പറയുമെന്ന് പറഞ്ഞ് അവൾ വിശാലിനെതിരെ ശബ്ദമുയർത്തി. അതുകൊണ്ടാണ് അവളെ ഇല്ലാതാക്കിയത്. സത്യം ഏറ്റുപറഞ്ഞ അടുത്ത നിമിഷം തന്നെ ശേഖരൻ്റെ മൂർച്ചയുള്ള കടാര അവൻ്റെ വയറ്റിൽ തുളഞ്ഞു കയറി. ശേഖരേട്ടാ, എന്തിനാ അങ്ങനെ ചെയ്തത്? രേവതിയുടെ ശബ്ദം അവിടമാകെ അലിഞ്ഞില്ലാതായി. വിശാലിൻ്റെ ചോരയുടെ ഗന്ധം ആ കാറ്റിലാകെ നിറഞ്ഞു. ശേഖരനും രേവതിയും നിലത്തിരുന്ന് പൊട്ടിക്കരഞ്ഞു. രേവതി, എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്യണം. ഇവനീ പറഞ്ഞതെല്ലാം കേട്ടിട്ടും ഞാൻ ഇവനെ വെറുതെ വിട്ട നമ്മുടെ മോളുടെ ആത്മാവ് നമ്മോട് പൊറുക്കില്ല. ഇവനെപ്പോലുള്ള നാറികളെ സംരക്ഷിക്കാൻ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകളുണ്ടാവും. നമ്മുടെ മോൾക്ക് നീതി ലഭിക്കാൻ ഒരു പക്ഷേ നമ്മൾ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും. വർഷങ്ങൾ കേസ് നടത്തിയാലും ഒരു പക്ഷേ ഇവർ രക്ഷപ്പെട്ടു പുറത്തു വരികയും ചെയ്യും. ശേഖരൻ്റെ വാക്കുകൾ കേട്ട രേവതി അയാളുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു കിടന്ന് വിതുമ്പിക്കരഞ്ഞു. തൻ്റെ പൊന്നുമകളോട് ക്രൂരത കാണിച്ച ആ ക്രൂരനായ മനുഷ്യന് അവളുടെ അച്ഛനും അമ്മയും നൽകിയ ശിക്ഷയുടെ പ്രതികാരത്തിൻ്റെ കഥ. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. അടുത്തൊരു പുതിയ കഥയുമായി ഉടനെ തന്നെ വരുന്നതാണ്.